റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം വർക്കലയിൽ വ്യാജ പീഡന പരാതി നൽകി പണം തട്ടാൻ ശ്രമം. പ്രവാസി വ്യവസായി പി ഷിബുവിനെതിരെയാണ് വ്യാജ ആരോപണം ഉയർന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഭിഭാഷകൻ സാജസ് ശിവനെയും വർക്കല സ്വദേശിനി സരിതയെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഭൂമി വിൽപ്പനയിൽ പ്രതിഫലം നൽകാത്തതിലുള്ള പ്രതികാരമാണ് വ്യാജ ആരോപണത്തിന് പിന്നിലെന്നാണ് ആരോപണം. പ്രതികൾക്ക് പോലീസ് സഹായം നൽകുന്നുണ്ട് എന്നും ആരോപണമുണ്ട്. ഞാനൊരു വസ്തു വാങ്ങി 2 കൊല്ലത്തിന് മുമ്പ് അഡ്വാൻസ് ചെയ്ത് വിറ്റു. ആ ഒരു തർക്കമാണ് എൻ്റെ ലീഗൽ അഡ്വൈസറായിരുന്ന അഡ്വക്കേറ്റ് സാജസ് ശിവൻ ഇപ്പോൾ ഒരു ലേഡീനെ കൊണ്ടുവന്ന് എനിക്കെതിരെ ഞാൻ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് പരാതിയുമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അയിരൂർ പോലീസ് സ്റ്റേഷൻ ഈ 2 പ്രതികൾക്കെതിരെയും FIR ഇട്ടു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR ഇട്ടു. അവരെ ഇന്ന് FIR 20-ാം തീയതി ഇട്ട് ഇന്ന് വരെ അവരെ അത് അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ സ്ത്രീയെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിൽ കൊടുത്തു. പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസുമായിട്ട് നിൽക്കുന്നു. ഇനി അവർ വേറെ സ്ത്രീകളെയും തിരക്കുന്നുണ്ട് എനിക്കെതിരെ ഭീഷണിയാണ്. ഇന്നലെയും നമ്മുടെ PR ആയിരുന്ന അഡ്വക്കേറ്റ് ബൈജുവിനോട് എന്നെ ഇത് കൈകാല് വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയും സംസാരിച്ച ആഡിയോ ബൈജുവിൻ്റെ കയ്യിലുണ്ട്. ഉറപ്പായി നിയമപരമായിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണുള്ളത്. വർക്കലയിൽ ജീവിക്കാൻ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഗുരുതരമായ വിഷയമാണ് വ്യാജ പീഡന പരാതി നൽകിയെന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ടവർ അവരെ പ്രതിയാക്കി ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലേ? അന്വേഷണം എവിടെ എത്തിയിരിക്കുന്നു? സ്മൃതി, ഷിബു എന്ന പ്രവാസി വ്യവസായി വർക്കലയിൽ ഒരു സ്ഥലം വാങ്ങിയ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട നോക്കുകൂലിക്ക് സമാനമായി അവിടെയുള്ള ഗുണ്ടകൾക്ക് പണം നൽകണം എന്നായിരുന്നു ഇപ്പോൾ ഷിബു പറയുന്നത്. പക്ഷേ ആ വാഗ്ദാനം ചെയ്ത പണത്തിന് പകരം അതിൻ്റെ ഇരട്ടി പണം നൽകണം എന്ന ആവശ്യം അവർ ഉയർത്തി. അത് നൽകാത്തതാണ് ഇങ്ങനെ പക വീട്ടുന്നതിന് സമാനമായി തന്നെ സ്ത്രീകളെ ഉപയോഗിച്ച് പീഡന പരാതി നൽകുന്നത്, അതിക്രമ പരാതി നൽകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതാണ്ട് 25 ദിവസം പിന്നിടുമ്പോഴും പ്രതികളായ 2 പേരെ, അതിൽ ഒന്ന് അഡ്വക്കേറ്റ് സാജസ് ശിവനാണ്, രണ്ടാമത്തേത് ഒരു യുവതി സരിതയാണ്. ഈ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുന്നു എന്നാണ് പറയുന്നത്. അയിരൂർ പോലീസ് ഹൗസ് ഓഫീസർ പറഞ്ഞത് അന്വേഷണം തുടരുന്നു എന്നാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് നിയമപോരാട്ടം തുടരുന്നു. അതിനിടയിൽ കേസ് പിൻവലിക്കാനുള്ള ശക്തമായ സമ്മർദ്ദമുണ്ട്. പല കോണുകളിൽ നിന്നായി ഭീഷണികൾ വരുന്നു എന്നടക്കമാണ് ഇപ്പോൾ ഈ പ്രവാസി വ്യവസായ ഷിബു പറയുന്നത്. ശരി, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.